ഞാനിപ്പോൾ വാഗമണ്ണിലാണുള്ളത്. വാഗമണ്ണിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വാഗമണ്ണിലെ പ്രശസ്തമായ റിസോർട്ടുകളിലൊന്നായ വിൻ്റർവെയിൽ ഗ്രീൻ സ്റ്റേ റിസോർട്ടിലാണ് ഞാനിപ്പോഴുള്ളത്. ഇതിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് കേരളത്തിൻ്റെ തനിമയും പൈതൃകവും വിളിച്ചോതുന്ന കുറേയധികം കാഴ്ചകളാണ്. സദാ സേവന സന്നദ്ധരായി നിൽക്കുന്ന ജീവനക്കാരുടെ ആതിഥ്യവും സ്വീകരിച്ച് നമുക്കായി അനുവദിച്ചിരിക്കുന്ന കോട്ടേജിലേക്ക് പോയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. വാഗമണ്ണിലെ കുരിശുമല ആശ്രമത്തിനോട് ചേർന്നുള്ള ഒരു വലിയ മലയുടെ ചരിവിലായാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വിസ്തൃതമായ മലഞ്ചെരിവ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഈ റിസോർട്ടിൻ്റെ രൂപകൽപ്പന. അത്യധികം കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായി വനത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നുകരത്തക്ക രീതിയിലാണ് എല്ലാ സൗന്ദര്യവും കുളിർമയും അതുപോലെ തന്നെ പ്രകൃതിയുടെ ആ ഭംഗിയും എല്ലാം ആസ്വദിക്കത്തക്ക രീതിയിൽ വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു റിസോർട്ടാണ് നമ്മുടെ ഈ വിൻ്റർവെയിൽ ഗ്രീൻ സ്റ്റേ റിസോർട്ട്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സമീപമുള്ള വളരെയധികം മലകൾ, തേയിലത്ത് കാടുകൾ, മൊട്ടക്കുന്നുകൾ, അങ്ങനെ കാഴ്ചയുടെ ഒരു മായാപ്രപഞ്ചം തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭ്യമാണ്. ഇപ്പോൾ ഈ മാർച്ച് മാസത്തിലെ കൊടും വേനലിൽ നിന്നും വിനോദസഞ്ചാരികൾക്ക് അത്യധികം കുളിർമയേകുന്ന ഒരു കാലാവസ്ഥയാണ് വാഗമണ്ണിലുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ റിസോർട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു കുളിർമയും ഒരു ശാന്തമായ അന്തരീക്ഷവും അതുപോലെ തന്നെ പ്രകൃതിയുടെ കാഴ്ചകൾ ആവോളം നുകരത്തക്ക രീതിയിൽ വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ റിസോർട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് കാണാം. വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നൊരു വ്യൂ പോയിൻ്റ്. ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണുന്നതിനുമൊക്കെ ഇത് വളരെ ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കത്തക്ക രീതിയിലുള്ളൊരു വ്യൂ പോയിൻ്റ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇവിടുത്തെ കാഴ്ചകളും പിന്നീട് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ സ്വിമ്മിംഗ് പൂളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വളരെ തെളിമയുള്ള കുളിർമയുള്ള ജലം കൊണ്ട് എപ്പോഴും സമൃദ്ധമായിരിക്കുന്ന വൃത്തിയുള്ള ഒരു സ്വിമ്മിംഗ് പൂള്. അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ വളരെ സമയക്രമം പാലിച്ചാണ് അവരത് പ്രദാനം ചെയ്യുന്നത്. ഇതേപോലെയുള്ള ഒന്നിലധികം സ്വിമ്മിംഗ് പൂളുകൾ ഈ റിസോർട്ടിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് പൂളുകളും അവൈലബിളാണ്. വില്ലയോട് ചേർന്നിട്ട് പ്രൈവറ്റ് പൂളുകളും ഈ റിസോർട്ടിൽ വളരെ ധാരാളമായിട്ടുണ്ട്. ഇത് ജനറലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കോമൺ സ്വിമ്മിംഗ് പൂളാണ്. നല്ല ശുദ്ധമായ വെള്ളം, ഫിൽട്ടർ ചെയ്ത വെള്ളം, അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുത്തിയൊക്കെ അത് ലഭ്യമാണ്. നല്ല തെളിർമയുള്ള വെള്ളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും കാഴ്ചയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. മലയുടെ ചെരുവിനോട് ചേർന്ന് തന്നെ സ്വിമ്മിംഗ് പൂളിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം കാഴ്ചകൾ, അതിന് പുറത്തേക്കുള്ള കാഴ്ചകൾ ആസ്വദിക്കത്തക്ക രീതിയിലാണ് ഈ സ്വിമ്മിംഗ് പൂളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും കുറച്ച് മുൻപോട്ട് മാറിയാൽ കുറച്ച് മുൻപോട്ട് നടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നൊരു കാഴ്ച ഇവിടുത്തെ ഒരു ക്യാമ്പ് ഫയർ ഏരിയയാണ്. വളരെ വൃത്തിയായി സ്പേഷ്യസായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ക്യാമ്പ് ഫയർ ഏരിയ എന്ന് പറയാം. മഴക്കാലത്തുൾപ്പെടെ ഉപയോഗിക്കത്തക്ക രീതിയിൽ കവറിങ്ങോടുകൂടി തന്നെ വളരെ സ്പേഷ്യസായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ക്യാമ്പ് ഫയർ ഏരിയ. അതുപോലെ തന്നെ അവിടെ ഫുഡ് സെർവ് ചെയ്യുന്നതിനും ഗ്രില്ല് ചെയ്യുന്നതിനുമൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. വളരെയധികം ആളുകൾക്ക് പരിപാടികൾ നടത്താനും മറ്റു എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങളിന്നിവിടെ ഒരു ക്യാമ്പ് ഫയർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പിന്നീട് പോകാം. അവിടുത്തെ കാഴ്ചകളുമൊക്കെ പിന്നീട് വീണ്ടും നമ്മൾ ഈ റിസോർട്ടിൻ്റെ മറ്റു വില്ലകളിലേക്കൊക്കെ അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോവുകയാണ്. ഈ റിസോർട്ടിലെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഇല്ലമാണ്. വളരെ പുരാതനമായ ഒരു ഇല്ലം അതേ രീതിയിൽ തന്നെ അതിൻ്റെ നേർക്കാഴ്ചയായി ഇവിടെ പുനർസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതിൻ്റെ പണി പൂർത്തിയാകും. ഇപ്പോഴതിൻ്റെ അവസാനവട്ട മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൽത്തൂണുകളും തടിയുടെ കുത്തുപണികളുമൊക്കെ അതുപോലെ തന്നെ പഴമയുടെ ആ പെരുമ വിളിച്ചോതിക്കൊണ്ട് തന്നെ ഇവിടെ
തീർത്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിനോട് ചേർന്ന് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വില്ലകൾക്കിടയിലൂടെയുള്ള ഇന്നത്തെ ഈ യാത്രയും സുഖകരമായ ഭക്ഷണവും അതിനുശേഷമുള്ള ക്യാമ്പ് ഫയറും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് പുലർച്ചെ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. വാഗമണ്ണിലെത്തിയാൽ എല്ലാവരുടെയും ഒരു പ്രധാന കാഴ്ചയെന്ന് പറയുന്നത് വാഗമണ്ണിലെ മൊട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റുമാണ്. മൊട്ടക്കുന്നുകളിലാണ് ടൂറിസ്റ്റുകൾ ധാരാളമായി വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ അവിടെ ഒരുപാട് ഗെയിമുകൾ, അഡ്വഞ്ചറസ് ഗെയിമുകളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാളം ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന ഈ മൊട്ടക്കുന്നുകളിലെ കാഴ്ചകളിലേക്ക് ഇവിടെ വരുന്നത്. ഞങ്ങളിപ്പോൾ ഈ ചെല്ലുന്ന സമയത്ത് വളരെ തിരക്കാണ് അവിടെ. ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മൊട്ടക്കുന്ന് ഒഴിവാക്കി മറ്റൊരു മൊട്ടക്കുന്നിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഒരുപാട് മൊട്ടക്കുന്നുകളാണ് വാഗമണ്ണിലുള്ളത്. സാധാരണഗതിയിൽ കാഴ്ചക്കാർ പോകുന്നത് 1-2 മൊട്ടക്കുന്നുകളിലേക്കേ പോകുന്നുള്ളൂ. പക്ഷേ അതിനോടനുബന്ധിച്ച് ഒരുപാട് മൊട്ടക്കുന്നുകൾ നമ്മൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അവയൊക്കെയും വളരെ അനുയോജ്യമായ, കാറ്റിൻ്റെ നല്ല സാമീപ്യമുള്ള, സഞ്ചാരികൾക്ക് നല്ല കുളിർമയുള്ള കാഴ്ച പകരുന്ന മൊട്ടക്കുന്നുകളാണ്. പലരും അവിടേക്കെങ്കിലും പോകാറില്ല. വളരെ അപൂർവമായിട്ടൊക്കെ ആളുകൾ പല മൊട്ടക്കുന്നുകളിലേക്കും പോകാറുള്ളൂ. നമ്മളിന്ന് അത്തരം ഒരു മൊട്ടക്കുന്നിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മൊട്ടക്കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സുഖകരമായ രീതിയിൽ കയറി ചെല്ലാൻ പറ്റും. ചെറിയ ചരൽ കൂടി കയറി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു കാഴ്ചയാണ്. അതായത് കാഴ്ചയുടെ വലിയൊരു ലോകമാണ്. വാഗമണ്ണിലെ ഒട്ടുമിക്ക മൊട്ടക്കുന്നുകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചുറ്റുമുള്ള വലിയ മലകൾ, അങ്ങനെ വാഗമണ്ണിൻ്റെ ഒരു എൻ്റയർ വ്യൂ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന രീതിയിലാണ് ഈ മൊട്ടക്കുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റ് അതിശക്തമായ കാറ്റാണ്. നമ്മളിപ്പോൾ ഈ കയറുന്ന ഉച്ച സമയത്തും ഇവിടുത്തെ കാറ്റ് വളരെ ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിലിൻ്റെ ആ ചൂട് അനുഭവപ്പെടുന്നതേയില്ല. മറിച്ച് നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷമാണ്. ആർക്കും മടുപ്പ് തോന്നാത്ത, മുഷിപ്പ് തോന്നാത്ത, യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കാത്ത ഒരു കാലാവസ്ഥയാണ് വാഗമണ്ണിലേത്. അത് എല്ലാ കാലത്തും, മഞ്ഞുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും ഒക്കെയും അങ്ങനെ തന്നെയാണത് നിലനിന്ന് പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികൾ എല്ലാ സമയത്തും ഇവിടെ വളരെ സജീവമായി വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് മൺസൂൺ ടൂറിസം എന്നുള്ള പേരിലും മഞ്ഞുകാലത്ത് തണുപ്പിൻ്റെ ആ ഒരു കുളിർമ ആസ്വദിക്കുന്നതിനുമൊക്കെയായി എല്ലാ കാലത്തും വിനോദസഞ്ചാരികൾ ഒരുപോലെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം. അതാണ് നമ്മുടെ ഈ വാഗമണ്ണിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് നമുക്കിതിനെ പറയാം. മാലിന്യങ്ങളും വേസ്റ്റ്, മറ്റു കൂമ്പാരങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്ന, ചിട്ടയോടുകൂടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമണ്ണ്. സഞ്ചാരികൾക്ക് എല്ലാ രീതിയിലും ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകൾ, റൈഡുകൾ, ധാരാളം അഡ്വഞ്ചറസ് റൈഡുകൾ ഇവിടെ ഇപ്പോൾ പുതുതായി എത്തിച്ചിട്ടുണ്ട്. അതൊക്കെയും ഒരു പ്രായത്തിലുള്ള ആളുകൾ വളരെയധികം സജീവമായി ആസ്വദിക്കുന്ന ഒരു വിനോദം കൂടിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വാഗമൺ ഒരു ശാന്തമായ പ്രദേശമായിട്ട്, ഇത്രയധികം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ യാതൊരു സൂചനയുമില്ലാതെ വളരെ ശാന്തമായി ഒച്ച ബഹളമൊന്നുമില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ മൊട്ടക്കുന്നിൽ നിന്ന് നമുക്ക് വാഗമണ്ണിനെ കാണാൻ സാധിക്കുന്നത്. എത്ര സമയം ഇവിടെ ചിലവഴിച്ചാലും നമുക്ക് യാതൊരു രീതിയിലുള്ള മുഷിപ്പും തോന്നുകയില്ല, യാതൊരു ക്ഷീണവും തോന്നാത്ത രീതിയിൽ പ്രകൃതിയുടെ ഒരു വിസ്മയമെന്ന് നമുക്ക് ഈ മൊട്ടക്കുന്നിനെ വിശേഷിപ്പിക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ യാത്ര തുടരുന്നത് നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്കുള്ളൊരു യാത്രയിലാണ്. വാഗമണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നാണ് പൈൻ ഫോറസ്റ്റ്. നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലെങ്ങും ഇത്ര ഒരു കാഴ്ചയില്ല. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു പ്രകൃതിയുടെ വിസ്മയമാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു യാത്രയിലാണ് നമ്മളിപ്പോൾ. ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത്
ഒരു വലിയ മലയുടെ ചെരുവിൽ നമുക്കൊരു വലിയ വ്യൂ പോയിൻ്റ്. ഇവിടെ വലിയ ആൾത്തിരക്കോ അല്ലെങ്കിൽ വലിയ ബഹളങ്ങളോ ഒന്നുമില്ല. ആളുകൾ വന്നു പോയി കാഴ്ചകൾ കണ്ടുപോകുന്ന ഒരു ക്രമീകരണമാണ്. ധാരാളം ഫോട്ടോഷൂട്ടുകൾ അതുപോലെ തന്നെ ആൽബങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ഒരു വ്യൂ പോയിൻറ്റും കൂടിയാണിവിടം. പ്രകൃതിയുടെ വലിയ ഒരു മനോഹാരിത സമ്മാനിക്കുന്ന ആ പ്രകൃതിയുടെ ഒരു വലിയ വിസ്മയം നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ അപകടകരമായ ഒരു വ്യൂ പോയിൻറ്റും കൂടിയാണിവിടെ. സുരക്ഷാ മാർഗ്ഗങ്ങൾ ഇപ്പോഴിവിടെ വളരെ കുറവാണ്. ഇത് സജീവമായി വരുന്നതേ ഉള്ളൂ. അടുത്ത സമയത്താണ് വ്യൂ പോയിൻ്റ് ഇത്രയും ശ്രദ്ധയെ ആകർഷിച്ചത്. ഇപ്പോഴിവിടെ ആളുകൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു അപര്യാപ്തതയെന്ന് പറയുന്നത് ഇവിടുത്തെ സുരക്ഷാ മാർഗ്ഗങ്ങളുടെ ഒരു അപര്യാപ്തതയാണ്. നമ്മളിപ്പോൾ ഈ കൊക്കയോട് ചേർന്ന് നിന്നുകൊണ്ടൊക്കെയാണ് ഈ കാഴ്ചകൾ കാണുന്നത്. പക്ഷേ അതത്ര സുരക്ഷിതമല്ല, വളരെ അപകട സാധ്യതയുള്ളതാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ അതിനുള്ള ക്രമീകരണങ്ങളും ഭാവിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കാഴ്ചകളൊക്കെയും പിന്നീട് നമ്മൾ വീണ്ടും പൈൻ ഫോറസ്റ്റിലേക്കുള്ള യാത്ര തുടരുകയാണ്. പൈൻ ഫോറസ്റ്റാണ് നമ്മൾ പ്രധാനമായി കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇനിയും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വിസ്മയകരമായ ഒരു കാഴ്ചയെന്ന് നമുക്ക് പറയാം. കാരണം കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഇത്രത്തോളം പൈൻ മരങ്ങൾ, ഒരു പൈൻ ഫോറസ്റ്റുള്ള ഒരു ഏരിയ നമുക്കില്ല, വാഗമണ്ണ് പോലെ. വാഗമണ്ണിൽ വരുന്ന സഞ്ചാരികളിലേറെയും ഈ പൈൻ ഫോറസ്റ്റ് കാണാനായിട്ട് വരുന്നവരാണ്. അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് വരുന്നവർക്കൊക്കെയും ഒരു കുളിർമയേകുന്ന ഒരു സുഖകരമായ അനുഭവം പ്രദാനം ചെയ്യുന്നൊരു ഏരിയയാണ് ഈ പൈൻ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് സിനിമകൾ, സീരിയൽ, ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ കാഴ്ചയുടെ ദൃശ്യവിസ്മയമൊരുക്കുന്ന ഒരു പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടുത്തെ ഒരു പ്രത്യേകത, വളരെ വൃത്തിയായി ടൈല് പാകി നല്ല വൃത്തിയുള്ള പാതകളാണ് ഇങ്ങോട്ടേക്കുള്ളത്. നേരത്തെ ഇവിടെയൊക്കെ ചെറിയ ഇടുങ്ങിയ പാതകളായിരുന്നു, വെള്ളമൊലിച്ചു പോകുന്ന നടപ്പാതകൾ. നമ്മൾ ഈ മരത്തിൻ്റെ വേരുകളിൽ കൂടിയൊക്കെ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷേ അതൊക്കെ മാറി. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് നമുക്ക് പറയാം. എല്ലാ അർത്ഥത്തിലും ജീവനക്കാരുടെ സഹായം എല്ലാ കാര്യങ്ങളിലും നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. യാതൊരുവിധ മാലിന്യങ്ങളോ മറ്റ് യാതൊരു രീതിയിലുള്ള മാലിന്യ കൂമ്പാരങ്ങളോ ഭക്ഷണാവശിഷ്ടങ്ങളോ അങ്ങനെയൊന്നുമില്ലാത്ത വളരെ കൃത്യമായി വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. നേരത്തെ ഈ കാഴ്ചയൊക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം കാഴ്ചകൾ മാറി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുപോലൊക്കെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. എൻട്രി ഫീസുണ്ട്. എൻട്രി ഫീസ് കൊടുത്ത് നമ്മളിവിടെ കാഴ്ചകൾ കാണാൻ കയറാം. എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാനോ മറ്റുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ ഫോട്ടോകൾ നമ്മൾ പറയുന്ന രീതിയിൽ, നമ്മൾ പറയുന്ന ആംഗിളുകളിലൊക്കെ എടുത്ത് ലാമിനേറ്റ് ചെയ്യാൻ ഇവിടെ അതിന് പ്രത്യേകമായ ആളുകളുണ്ട്, പ്രത്യേക ടീമുണ്ട്. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ അഡ്രസ്സിലേക്ക് അവരത് അയച്ചു തരുമോ, ഫോട്ടോ കൃത്യമായി ലാമിനേറ്റ് ചെയ്ത്. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ കുടുംബമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, വളരെയധികം സമയം ചിലവഴിക്കുന്ന ഒരു ഏരിയ. പ്രായഭേദമന്യേ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാരികൾ, അവർക്കൊക്കെയും വലിയൊരു വിസ്മയമാണിത്. ഒരുപക്ഷെ വിദേശ സഞ്ചാരികൾക്കൊക്കെ ഈ പൈൻ ഫോറസ്റ്റൊക്കെ അവർക്ക് വളരെ സുപരിചിതമായ കാഴ്ചകളാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ഇതൊരു വലിയ അത്ഭുതമാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത്രത്തോളം പൈൻ മരങ്ങൾ വളരാറില്ല. ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ് ഇവിടെ അത് വളരുന്നത്.
വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണത്. അതൊരു കാഴ്ച തന്നെയാണ്, കാണേണ്ട ഒരു കാഴ്ച. എല്ലാ വിനോദസഞ്ചാരികളെയും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ വന്ന് കാണണം. അതിൻ്റെ ആ കുളിർമയും ഭംഗിയും ആസ്വദിക്കണം, അനുഭവിക്കണം. എങ്കിലേ നമുക്കതിൻ്റെ ആ ഒരു പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. കാഴ്ചകളിൽ കൂടിയുള്ള ആ ഒരു അനുഭവം എന്ന് പറയുന്നത് പൂർണ്ണതയിലെത്തിയെങ്കിലേ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമ്മൾ ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. പുതിയ കാഴ്ചകളുമായി എത്തുന്നത് വരേക്കും ബൈ.